വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. നമുക്ക് എല്ലാവർക്കും അറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലെ. പലരും നിങ്ങൾ അപേക്ഷ അയച്ചിട്ട് തന്നെ ഉണ്ടായിരിക്കും, റെഡി ആയിട്ട് ഇരിക്കുകയായിരിക്കും അല്ലെ. അപേക്ഷയൊക്കെ അയച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പൊ നമുക്കറിയാം രണ്ട് ഘട്ടമുണ്ട്. ഒന്ന് നമ്മൾ എങ്ങനെയായാലും പ്രിലിംസ് അല്ലെ, ആ പ്രിലിംസ് എന്ന് പറയുന്ന ഘട്ടം കടന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ മെയിൻസിനെ കുറിച്ച് ആലോചിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷെ നമ്മൾ മെയിൻസിൽ എത്തും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നേടും, നമുക്ക് ജോലി കിട്ടുമെന്ന ഉറപ്പ് വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. എന്നാലാണ് പ്രിലിംസ് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു 1.25 മണിക്കൂറിന്റെ പ്രിലിംസ് സാധാരണ ഡിഗ്രി ലെവൽ എക്സാമുകൾക്കുള്ള പ്രിലിംസ് പോലെയുള്ള സിലബസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മെയിൻസിന്റെ പേപ്പർ 1, പേപ്പർ 2 1.5 മാർക്ക് പ്ലസ് ഒരു ഇന്റർവ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ ഇന്റർവ്യൂ, അയ്യോ എനിക്കത് നേടാൻ പറ്റുമോ, അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണേക്കാൾ മുന്നേ ആദ്യം പ്രിലിംസ് നേടുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. പ്രിലിംസ് നേടാം. അപ്പൊ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് സാധാരണ, മാർച്ച് വരെ ഇല്ല. അപ്പൊ ഏപ്രിൽ മെയ്യിൽ നമുക്ക് എങ്ങനെയാലും എന്ത് പ്രതീക്ഷിക്കാം, പ്രിലിംസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ ഈ കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാണ്. അതായത് കുറെ നാളുകളായിട്ട് പഠിച്ചിരിക്കണ കുട്ടികളുണ്ടാവും, ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. അതായത് അവര് 10th പ്രിലിംസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓരോ +2 ലെവലിലെ പരീക്ഷകൾക്ക്, ഓരോ പരീക്ഷകൾക്ക് വേണ്ടി പഠിച്ച് തഴക്കം വന്ന കുട്ടികളായിരിക്കും. അത്തരം തഴക്കം വന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു 3-3.5 മണിക്കൂറൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അവർക്ക് എളുപ്പം നല്ല റാങ്കിനുള്ളിൽ നേടാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു പുതിയ കുട്ടിയാണ്, ഞാനൊരു വീട്ടമ്മയാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് എനിക്ക് എന്താ പറയാ കുട്ടിയുണ്ട്, അല്ലെങ്കിൽ ഞാനൊരു ജോലിക്ക് പോണ ആൾ, പ്രശ്നമില്ല, നിങ്ങൾക്കും ജോലി കിട്ടും. നിങ്ങളൊരു 5 മണിക്കൂർ ഇതിനായിട്ട് മാറ്റി വെക്കാൻ തയ്യാറാവണം, എന്നാലേ പറ്റുള്ളൂ. 24 മണിക്കൂറുണ്ട്, നമ്മൾ കുറെ നേരം ജോലിക്ക് പോകണ്ടാവും, വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നിങ്ങൾക്കൊരു ധാരണ വേണം, നിങ്ങൾക്കൊരു ജോലി, ഞാൻ ഈ പ്രൈവറ്റ് സ്ഥാപനത്തില് എന്റെ ജീവിതം നശിപ്പിച്ചു കളയണോ, നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക. നിങ്ങൾക്ക് സൊസൈറ്റിയിൽ ഒരു നിലയും വിലയും ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് തയ്യാറാവും, പഠിക്കാനായിട്ട് തയ്യാറാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ധാരാളം കോച്ചിങ് സെന്ററുകൾ ഉണ്ട്. കോച്ചിങ് സെന്റർ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഒട്ടുമുക്കാൽ ഭാഗം കുട്ടികളും ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന കോച്ചിങ് സെന്റർ ഏതാ, ആ കോച്ചിങ് സെന്റർ തേടി പോകും. അപ്പൊ ഏറ്റവും കൂടുതൽ ഫീസ് വാങ്ങുന്ന കോച്ചിങ് സെന്റർ അല്ല നമുക്ക് ആവശ്യം. കോച്ചിങ് സെന്ററുകളെ സമീപിക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് ചാനലുകൾ ധാരാളം. ഇതൊന്നും വേണ്ട, നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങൾ ആദ്യം തന്നെ, ഞങ്ങൾ ഇപ്പൊ SSC ഒക്കെ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ പറയാം എന്താ വെച്ചാൽ, നിങ്ങൾ തീർച്ചയായിട്ടും നല്ലൊരു എന്താണ് എക്സാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് CGL ആണോ, ഏതാണോ, CHL ആണോ, ഏതാണെങ്കിൽ നിങ്ങൾ എന്താണ് അതിന്റെ സിലബസ് എന്ന് വെച്ചാൽ പഠിക്കുക. എന്താ സിലബസ് എന്ന് ആദ്യം മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുക. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല, അല്ലെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല യൂട്യൂബ് ചാനലുകളെയൊക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പൊ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, നമ്മൾ പേയ്മെന്റ് കൊടുത്ത് ചെയ്യുന്നേക്കാൾ കൂടുതൽ അവരെങ്ങനെയാ ക്ലാസ് എടുക്കണേന്ന് നോക്കി നോക്കുക, അവരുടെ ക്ലാസ്സുകൾ നോക്കുക. അവർ LGSന്റെ രീതി എങ്ങനെയാ, അല്ലെങ്കിൽ LDCന്റെ രീതി എങ്ങനെയാ, 10th ലെവൽ പ്രിലിംസ് അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ, ഓരോന്നിനും ഓരോ രീതിയിലാണ് ക്ലാസ് എടുക്കണ്ടാവുക. ഒരു LGSന്റെ ക്ലാസ് കണ്ടിട്ട് ഇത് വലിയ കാര്യമൊന്നുമില്ല, ഇത് ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ കാര്യമില്ല, നിങ്ങൾ തീരെ മോശം, അവർക്ക് ഡിഗ്രി ലെവൽ പറഞ്ഞു കൊടുക്കേണ്ട പോലെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ മനസ്സിലാക്കി ഒരു 3-4 ദിവസത്തെ ക്ലാസ് ഒക്കെ ഫോളോ ചെയ്തതിന് ശേഷം കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ ആ രീതിയിൽ സ്റ്റഡി പ്ലാനോടുകൂടി മുന്നോട്ട് പോവുക. കോച്ചിങ് സെന്റർ ഒന്നും വേണമെന്നില്ല, നിങ്ങൾ സിലബസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആ സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. ഇനി എന്താ ചെയ്യേണ്ടത്, സിലബസ് കംപ്ലീറ്റ് ആക്കിയ പോരാട്ടോ, സ്റ്റഡി പ്ലാനോട് കൂടി റിവിഷൻ എന്ന് പറയുന്ന കാര്യം മസ്റ്റ് ആണ്. റിവൈസ് ചെയ്താൽ തന്നെയാണ് നമുക്ക് എന്ത് നേട്ടം ഉണ്ടാവുള്ളൂ, പഠിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടാവണം. അപ്പൊ ഒരു ദിവസം ഞാൻ ഇത്ര പാഠം പഠിക്കും, അല്ലെങ്കിൽ ഇത്ര ടോപ്പിക് കവർ ചെയ്യുന്ന ഒരു തീരുമാനത്തോടു കൂടി വേണം, നാളെ ഞാൻ ഇത്ര പൂർത്തിയാക്കും എന്ന തീരുമാനത്തോടു കൂടി വേണം നമ്മൾ ഇന്ന് കെടുക്കാൻ. പിന്നെ നാളെ കല്യാണം ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുന്നത് 28 ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ഉണ്ടായിക്കോട്ടെ, അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ എനിക്ക് പനി വന്നു, അതൊക്കെ ആണെങ്കിൽ മടി പിടിച്ചിരിക്കാനാണ് അങ്ങനെയുള്ള ഒരു വിചാരത്തോട് കൂടിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇതിൽ പോണ്ട. കാരണം നിങ്ങൾക്ക് കിട്ടില്ല, നമ്മുടെ സമയം പോയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണമെന്ന് ആഗ്രഹമുണ്ട്, സമൂഹത്തിൽ ഒരു നിലയും വിലയും വേണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് തന്നെ നിൽക്കാൻ പ്രാപ്തി വേണം എന്ന് ആഗ്രഹമുണ്ട്. കുറെ ഇഷ്യൂസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും, പലതരത്തിലുള്ള വീട്ടിലെ ഇഷ്യൂസ് ഉണ്ടാവാം, പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് ആണ് ഇത്, നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഇതിൽ വിട്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിയെന്ന് വരില്ല.
ഇതായിരിക്കും നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ്. ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമ്മുടെ ഏജ് ഓവർ ആയി പോയിണ്ടാവും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനും കാര്യമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ പഠിച്ചങ്ങോട്ട് തുടങ്ങുക. ഇനി നല്ല ഈശ്വര വിശ്വാസമുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിച്ചു തുടങ്ങുക, പഠിച്ചു തുടങ്ങുക. അതൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രം നമുക്ക് ഒരു ജോലി നേടാൻ പറ്റില്ല. പിന്നെ എന്താ ചെയ്യുക, സോഷ്യൽ മീഡിയ പൂർണ്ണമായിട്ടും TV അങ്ങനെയുള്ളത് പൂർണ്ണമായിട്ടും നിങ്ങൾ വേണ്ടാന്ന് വെക്കുക. ഫ്രണ്ട്സിനെ തൽക്കാലത്തേക്ക് കുറച്ച് നാളത്തേക്ക് മാറ്റി വെക്കുക. കമ്പൈൻ സ്റ്റഡിക്കോ സംശയങ്ങൾക്ക് വേണ്ടിയോ മാത്രം ഫ്രണ്ട്സുമായിട്ടുള്ള ഫോൺ വിളികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ടെലിഗ്രാം ചാനലുകൾ മാത്രമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മൾ ഒതുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നല്ല ഇങ്ങനെയൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റും. ഒരു ദിവസം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ചെയ്യുക. എങ്ങനെ ചെയ്യണം, OMR ഷീറ്റ് വെച്ച് പരീക്ഷയ്ക്ക് എങ്ങനെയാണോ നിങ്ങൾ എഴുതുന്നത് അത് ചെയ്യണം. ആദ്യം 100 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 25 നെഗറ്റീവ് വന്നിട്ടുണ്ടാവാം. ഇന്ന് 25 നെഗറ്റീവ്, നാളെ 24 ആവും, മറ്റൊന്ന് 23 ആകാം. അങ്ങനെ എഴുതി 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 പരീക്ഷ യഥാർത്ഥ പ്രിലിംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ നെഗറ്റീവ് പോലും ഇല്ലാണ്ട് നിങ്ങൾക്ക് ആ പരീക്ഷ ഭംഗിയായിട്ട് എഴുതി വരാൻ പറ്റും. ഇനി ഒരു പരീക്ഷ നമ്മൾ ഇന്ന് എഴുതി കഴിഞ്ഞാൽ ആ പരീക്ഷയ്ക്ക് ഓരോ ക്വസ്റ്റിനും 4 ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷൻ വൈസും കൂടി നമ്മൾ എന്ത് ചെയ്യുക, പഠനം അത്രയും ഡീപ്പായിട്ടുള്ള വിശാലമായിട്ടുള്ള പഠനം നമ്മൾ നടത്തുക. അതായത് എനിക്കൊരു 85-നേക്കാൾ മുകളിൽ മാർക്ക് വാങ്ങാൻ പറ്റണം, ടീച്ചർക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിൽ പറയാമെന്ന് നമ്മൾ പലരും നിങ്ങൾ ഇവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ടാവും ഇത് കേൾക്കണവര്. അങ്ങനെ നമ്മൾ എന്താ പറയാ, മലയോളമൊക്കെ ആഗ്രഹിച്ചാലാണ് അല്ലെങ്കിൽ കൊടുമുടിയോളം ആഗ്രഹിച്ചാലാണ് കുന്നോളം കിട്ടുള്ളൂ നമ്മൾ പറയും. നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. അതായത് എനിക്ക് 10th കിട്ടിയില്ല, ഇനിയാണോ എനിക്ക് ഡിഗ്രി? അല്ല, ഞാൻ 10th കിട്ടാതിരുന്നത് എനിക്ക് ഡിഗ്രി ലെവൽ കിട്ടാനായിരിക്കും എന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ? അത് നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേടാൻ തന്നെ പറ്റും. ഇനി അടുത്തത്, നിങ്ങൾ എപ്പോഴെങ്കിലും മടി വരികയാണ് അല്ലെങ്കിൽ ഡീമോട്ടിവേറ്റഡ് ആവുകയാണ്, അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, ഇപ്പോഴാണ് എനിക്കൊരു ചാൻസ്. ഇത് കഴിഞ്ഞിട്ട് മറ്റുള്ളവർക്ക്, എൻ്റെ കൂടെ പഠിച്ചവർക്ക് ജോലി കിട്ടിയിട്ട് നമ്മൾ അയ്യടാ അന്ന് നന്നായി പഠിച്ചെങ്കിൽ എനിക്ക് കിട്ടിയേനെ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അടുത്ത പ്രാവശ്യം ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയെന്നും വരില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഭംഗിയായിട്ട് ക്ലാസ്, എന്താ പറയുന്നത്, നല്ല ഒരു ഏത് ചാനലായിക്കോട്ടെ അല്ലെങ്കിൽ ആരെ ആയിക്കോട്ടെ നിങ്ങൾ ഫോളോ ചെയ്ത് ഭംഗിയായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഞാനൊരു 45 ഡേയ്സ് ചാലഞ്ച് തുടങ്ങാൻ പോവാണ്. എൻ്റെ 45 ഡേയ്സ് ചാലഞ്ചിൽ ഞാൻ ഹിസ്റ്ററി, അത് കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം, അതുപോലെ തന്നെ ജോഗ്രഫി പ്ലസ് കറണ്ട് അഫയേഴ്സ്, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു 45 ഡേയ്സ് ചലഞ്ച് ആണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇത്രയും കാര്യങ്ങൾ ഭംഗിയായിട്ട് 45 ദിവസം കൊണ്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. മനസ്സിലാവുണ്ടോ? അതിൻ്റെ ഇടയിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി പഠിക്കുമ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ തന്നെ ഏതെങ്കിലും നല്ലൊരു റാങ്ക് ഫയൽ പോലെയുള്ളത്, നമുക്ക് എന്തിനായാലും ഒരു ബേസ് പോലെയുള്ള സാധനം നമുക്ക് വേണം. പ്ലസ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് 10-11 ക്ലാസ്സുകളിൽ ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിസ്റ്ററി, ജോഗ്രഫി, അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരും. പ്ലസ് എന്ത് ചെയ്യും, കറണ്ട് അഫയേഴ്സ്. ഇത് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. എക്സാമ്പിൾ പറയാം, അതായത് ഒരു ചോദ്യം വരികയാണ്, വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത്തെ ഉച്ചകോടിയാണ് 2024 ഒക്ടോബറിൽ നടന്നത്? അങ്ങനെ ഒരു ചോദ്യമാണ് നിങ്ങൾക്ക് കിട്ടണമെന്ന് വിചാരിക്കാം. അപ്പൊ അത് നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ കിട്ടിയതാട്ടോ. അപ്പൊ നമ്മൾ പഠിച്ചു 16ാമത്തെ ഉച്ചകോടി. അപ്പൊ നമ്മൾ എന്ത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, 2024 ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്, ആ സംഘടനയുടെ 16ാമത്തെ ഉച്ചകോടി നടന്നു. അത് നമുക്ക് മനസ്സിലായി. അപ്പൊ നമ്മൾ എന്ത് പഠിക്കണം, 2024 ഈ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ഉച്ചകോടി നടന്നത് റഷ്യയിലാണ്. റഷ്യയിലെ കസാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ ഉച്ചകോടി നടന്നത്. ഇനി ആ ഉച്ചകോടിയിൽ എന്തെങ്കിലും ഒരു എയിമൊക്കെ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും പ്രമേയങ്ങൾ അവതരിപ്പിച്ചോ? അപ്പൊ ആഗോള വികസനത്തിനും സുരക്ഷിതത്വത്തിനും ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഈ പ്രാവശ്യത്തെ 2024 എന്താ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രമേയമായിട്ട് അവർ പറഞ്ഞിരുന്നത്. എന്താണ്? ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതായിരുന്നു ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, എന്താ ഈ സംഘടന? ബ്രിക് എന്ന് പറയുന്ന ഒരു സംഘടനയായിട്ട് ബ്രസീല്, റഷ്യ, ഇന്ത്യ, ചൈന എന്നിവരുടെ ഒരു കൂട്ടായ്മയായി 2006 രൂപീകരിച്ച ഈ സംഘടനയുടെ ആദ്യത്തെ കോൺഫറൻസ് 2009 റഷ്യയിൽ നടന്നു. 2010 ആയപ്പോ സൗത്ത് ആഫ്രിക്കയെ കൂടെ കൂട്ടിയോജിപ്പിച്ച് അവര് ബ്രിക്സ് എന്ന് പറയുന്ന ഉച്ചകോടിയാക്കി. സൗത്ത് ആഫ്രിക്കയുടെ ആയപ്പോ ബ്രിക്സ് ആയി. മനസ്സിലായിട്ടുണ്ടോ? അതിനുശേഷം പിന്നെയും കുറെ രാജ്യങ്ങൾ ഓരോരുത്തരെ രാജ്യങ്ങള്
കൂടി കൂടി ചേർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പഠിക്കാം. അതായത് ഏതൊക്കെ ഇറാൻ ഉണ്ട്, ഈജിപ്ത് ഉണ്ട്, എത്യോപ്യ, UAE, സൗദി അറേബ്യ, അങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഇതിൽ അംഗത്വം നേടി. ഇനി ബ്രിക്സ് രാജ്യങ്ങളുടെ ഇത്രയും ശക്തമായിട്ടുള്ള ഒരു കൂട്ടായ്മയ്ക്ക് അവര് എല്ലാവരും കൂടി ഒരു ബാങ്ക് തന്നെ രൂപീകരിച്ചു. അതാണ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് ചൈനയിലെ ഷാങ്ഹായ് എന്ന് പറയുന്ന സ്ഥലത്താണ് അതിന്റെ ആസ്ഥാനം. ചോദിക്കാൻ സാധ്യതയാണ് അവരുടെ പ്രസിഡന്റ് ആരാണ്. ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ നിലവിലെ പ്രസിഡന്റ് ദിൽമ റൂസഫ് ആണ്. അപ്പൊ നോക്കുക, ഇപ്പൊ 2024 കഴിഞ്ഞു, 2025 ഇപ്പോ. ഇനി ഈ വർഷത്തെ ഉച്ചകോടി എവിടെയാ നടക്കാന്ന് ചോദിക്കാലോ. ഈ വർഷത്തെ ഉച്ചകോടി അപ്പൊ 17ാമത്തെ ഉച്ചകോടി, 2025 നടക്കുന്ന ഉച്ചകോടി. അതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എല്ലാ വർഷവും ഉച്ചകോടി നടക്കുന്നുണ്ട്. ചില സംഘടനകളുടെ ഉച്ചകോടി എല്ലാ വർഷവും നടക്കണമെന്നില്ല, 2 വർഷം കൂടുമ്പോ 3 വർഷം കൂടുമ്പോ ഒക്കെ നടക്കണതുണ്ട്. അപ്പൊ 17ാമത്തെ ഉച്ചകോടി നടക്കുന്നുണ്ട്. ഈ 17ാമത്തെ ഉച്ചകോടി നടക്കുന്നത് ബ്രസീലിലാണ്. അപ്പൊ നമ്മൾ 2025 പഠിച്ചു, കഴിഞ്ഞ വർഷം 2024 പഠിച്ചു. നമ്മളോട് 2023 ചോദിച്ചു കൂടായില്ല. അപ്പൊ 2023 15ാമത്തെ ഉച്ചകോടി എവിടെയാണ് നടന്നത്? ജോഹന്നാസ്ബർഗിലാണ് നടന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ബ്രിക്സിന്റെ എത്രാമത്തെ ഉച്ചകോടിയാ 2024 നടന്നത് എന്ന ചോദ്യത്തിന്റെ പരിപൂർണതയിൽ നമ്മൾ എത്തുള്ളൂ. ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും നമ്മൾ എന്ത് കൊണ്ടുപോവുക, അതായത് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് കൊണ്ടുപോകുക. എന്റെ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് നിങ്ങൾ പല ദിവസത്തെയും ഞാൻ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്ത് നിങ്ങൾ കണ്ടു നോക്കൂ. ഇങ്ങനെയായിരിക്കും നമ്മൾ കൊണ്ടുപോവുക. അപ്പൊ ഇത്തരം ക്ലാസ്, ഇതേ രീതിയിലുള്ള ഒരു ക്ലാസ് ഇത് ഇപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ കോൺസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസ് തൊട്ട് നമ്മൾ തീർച്ചയായിട്ടും NCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യണം. +1 +2ന്റെ ഞാൻ നിങ്ങൾക്ക് PDF ഒക്കെ തരാം. ടെലിഗ്രാം ചാനൽ വഴി നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും PDF നമ്മൾ തരും. അപ്പൊ നിങ്ങൾക്ക് അത് നമ്മൾ ആ രീതിയിൽ +1 +2ന്റെ ക്ലാസ് നമ്മൾ സ്ക്രീനിൽ കാണിച്ച് തന്നെ PDF കാണിച്ച് തന്നെ നിങ്ങൾക്ക് എന്ത് തരും, ക്ലാസ് എടുത്ത് തരും. ഹിസ്റ്ററി ആയാലും ഇക്കണോമിക്സ് ആയാലും ജോഗ്രഫി ആയാലും പൊളിറ്റിക്കൽ സയൻസ് ആയാലും ഓരോന്നും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയാണ് ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പഠനത്തെ കുറിച്ച്, അതായത് GK ഭാഗത്തു നിന്നുള്ള പഠനത്തെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല മാർക്ക്, അതായത് ഫുൾ മാർക്ക് നേടാൻ ഞാൻ സഹായിക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ കൂടെ നിൽക്കണം, നിങ്ങൾ കൂടെ പഠിച്ചാൽ മാത്രമാണ് അത് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണേ? നാളെ തൊട്ട് 45 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പൊ ആ ചലഞ്ച് ആരംഭിക്കാൻ നിങ്ങൾ എന്റെ കൂടെ ഉണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാട്ടോ. കമന്റ് ബോക്സിൽ നിങ്ങളെ കൂടെ കൂടാമെന്നുള്ള കമന്റും കൂടെ രേഖപ്പെടുത്താം. അപ്പൊ അടുത്ത ദിവസം തൊട്ട് നമ്മൾ 45 ഡേയ്സ് ചാലഞ്ച് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ബാച്ചിന് വേണ്ടി ആരംഭിക്കുകയാണ്. അപ്പൊ അതിൽ NCERT അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പൊ ക്ലാസ് കാണാൻ വേണ്ടി എല്ലാവരും തയ്യാറായിട്ടിരിക്കും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം തൊട്ട് ക്ലാസ് നമുക്ക് ആരംഭിക്കാം. താങ്ക് യു.